ആ പാറുവിന് അറിയില്ലേ അപ്പുകുട്ടനെ? അറിയാമേ, എന്നാളൊന്നും കണ്ടിട്ടുണ്ട്. മക്കളിരിക്കും, ഞാൻ പോയി വെള്ളം എടുത്തു തരാം കേട്ടോ. ഓ ബേബി എന്താ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞ്? ഞങ്ങൾ ഇന്നും കൂടി കണ്ടല്ലേ ഉള്ളൂ. ഇനി വെക്കേഷൻ മുഴുവൻ ഇവിടെ തന്നെ ആക്കാം. നല്ല കുശിയാണല്ലോ സോഫ അല്ലേ? കുറച്ചടി നീക്കിട്ടോ. വിചാരിച്ച പോലെ കേട്ടോ ഒത്തിരി. ബേബീനെ ചിരിപ്പിക്കാൻ പറ്റിയ പോലെയുള്ള ഗോഷ്ടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു നോക്കിയാലോ? ഇത്ര ഗോഷ്ടി കാണിച്ചിട്ടും എന്താ ഓള് ചിരിക്കാത്ത? ഓള് മനഃപൂർവ്വം ചിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാ. ഇതെന്താ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഉള്ള കാര്യം എന്റെ ശ്രദ്ധയപ്പെട്ടില്ലല്ലോ. സ്റ്റെയർ കേസെങ്കിൽ സ്റ്റെയർ കേസ്, അപ്പുകുട്ടനോടെ കളി. ഇനി എന്റെ പുതിയൊരു സ്ട്രാറ്റജി ഇറക്കി നോക്കട്ടെ. ബേബിക്ക് അറിയാം എന്റെ വീട്ടിലെ സ്റ്റെയർ കേസ് ഇതിനെക്കാട്ടൊക്കെ എത്രയോ വലുതമ്മി. പക്ഷെ വീണില്ല. വീണ കാല് കുടിഞ്ഞ് ഒരു മാസം അവിടെ കിടക്കുവേനി. ഒരു സമാധാനം കിട്ടിയേനി. ബേബി ഞാൻ വീണോന്നും നോക്കണ്ട. എന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളെ എന്റെ പിന്നാലെ നടക്കുന്നതെന്ന് അറിയോ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ബേബീനെയാ. എന്റെ ഒരു ബേബി വിളിയും തലയാട്ടിലും എപ്പോഴും ഉള്ളതാ. ഒന്ന് ട്യൂൺ ചെയ്ത് വരുമ്പോഴേക്ക് ഇവന്മാര് കേറി വന്നല്ലോ. നാശം പിടിച്ച രണ്ട് പാപ്പന്മാര്. അല്ല, സ്റ്റെയർ കേസ് പിടിച്ചിട്ട് മസിൽ ഉണ്ടാക്കുന്ന പുതിയ ടെക്നിക്കാണത്. ഈ അപ്പുക്കുട്ടൻ എന്തൊക്കെ വിദ്യകളാ അറിയാ, ഒരു ദിവ്യം തന്നെ. ഇവന്റെ അടുത്ത് മസിൽ ഉണ്ടാക്കാനുള്ള 101 വഴികളൊന്ന് ചോദിച്ചു പഠിക്കണം. അല്ലെങ്കിൽ ഞാനൊക്കെ ഫീൽഡ് ഔട്ട്. അപ്പു എപ്പോഴെത്തി? ഞാൻ വന്നിട്ടേ ഉള്ളൂ. അല്ലട ഈ അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോന്ന്? ഞാൻ പറഞ്ഞിട്ടൊക്കെയാ പോന്ന്. മക്കളെ നിങ്ങളും വന്നോ? ഞാനേ അപ്പൂനും പാറുവിനും മാത്രമേ വെള്ളം എടുത്തുള്ളൂ. നിങ്ങൾക്ക് രണ്ടാക്കും വെള്ളം എടുത്തില്ല. പിന്നെ എടുത്തരാം കേട്ടോ. വെള്ളമൊന്നും വേണ്ട, ഇനി എന്തായാലും എടുത്ത സ്ഥിതിക്കൊന്ന് കുടിക്കുക. നന്ദുപാപ്പ, കണ്ണപ്പാപ്പ, റീനുവല്യമേ, പാറു. എങ്ങോട്ടാടാ ഈ വെയിലത്ത് പോകുന്നത്? ഈ ചൂടത്ത് പുറത്തിറങ്ങരുതെന്ന് എത്ര പ്രാവശ്യം പറയണം എന്നോട്? ഈ വെക്കേഷൻ വരുമ്പോഴേക്കും വരും വേനൽക്കാലം. വേനൽക്കാലത്തുള്ള വെക്കേഷൻ അല്ലേ എന്നിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. കേറിക്കോടാത്തേക്ക്. ഇപ്പൊ മഴക്കാലത്ത് ഒഴിവുള്ളപ്പോ മഴയല്ലേ എന്നിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. വല്ലാത്തൊരു അമ്മന്നങ്ങള്. എന്താടാ പിറുപിറുത്തോണ്ട് പോണേ? ഒന്നുമില്ലേ. ഇന്നെന്തായാലും ബേബിനെ പ്രപ്പോസ് ചെയ്തിട്ട് തന്നെ കാര്യം. ബേബി ആടെ തന്നെ ഉണ്ടോ? എവിടെ പോവാനാ? റീനല്യമ്മ ആടെ ഉണ്ടാവോ? ഇനി എന്താണെങ്കിലും എന്താ, മുന്നോട്ടേക്ക് വെച്ച കാര്യം മുന്നോട്ടേക്ക് തന്നെ. എന്താ ചോട്ടാ പിന്നെ കണ്ടിട്ട് മൈൻഡൊക്കെ ഓനങ്ങോട്ട് തിരക്കിട്ട് പോണേ. എന്തായാലും വേണ്ടില്ല, രക്ഷപ്പെട്ട്. ബേബി ബേബി ഞാൻ പോയിന്നാണ് വിചാരിച്ചേ. ചോട്ടാപ്പി ഇവിടെ തന്നെ ഉണ്ട്. ബേബി എന്താ അങ്ങനെ ഒരു വർത്താനം? ഞാൻ എപ്പോഴും ബേബിന്റെ കൂടെ അല്ലേ. അന്റെ എപ്പോഴുള്ള ഒരു ബേബിയോട് നിർത്തുവോ? അതല്ലണ ഞാൻ ബേബിനപ്പൊ എന്താ വിളിക്കുക? കേട്ടാലെന്ന് വിചാരിച്ചിട്ടാ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബേബി. പാറു, would you be with me forever? എന്ത് ചോദ്യ ബേബി. ഇവൻ എണീപ്പിക്കുന്നതിന് പണി കിട്ടുവോ? അവന്റെ മുഖത്തൊരു കള്ള ചിരിയുണ്ട്. എളുപ്പന്റെ കള്ള ചിരിനെ പറ്റിയേക്ക് ആലോചിക്കുണ്ടാവുക. ഇതൊക്കെ ജന്മനാ ഉള്ള കള്ള ലക്ഷണം. എന്തായാലും എന്റെ പാറു, എന്റെ ബേബി സെറ്റായി. ഇനി ഒരു പൊളി പൊളിക്കണം. എന്റെ നോട്ടത്ര ശരിയില്ലല്ലോ. ഇങ്ങോട്ടവൻ കേറി കേറി വരുന്നേ. ഇതെന്താ അവൻ കാണിക്കുന്നേ? മുഖത്തൊന്നാട്ട് കൊടുക്കാൻ തോന്നുന്നു. ഈശ്വര, ഞാൻ വളഞ്ഞ നിലത്ത് വീഴു. ബേബി അവിടെ നിക്ക്, ബേബി അവിടെ നിക്ക്. കുട്ടിക്ക് ചൂടോണ്ട് ക്ലാസ് തുടങ്ങിയപ്പോ ഒരു സമാധാനം ഉണ്ട്. ഓനപ്പ ഇനി കാണണ്ടല്ലോ. ഓനും ഇനിയിപ്പോ ക്ലാസ്സിലൊക്കെ പോയിണ്ടല്ലോ. ഇനിയിപ്പോ സമാധാനമായി കുത്തിരിക്കാം. ഈശ്വര, അത് ഓന്റെ സൈക്കിളാണല്ലേ കാണണേ. മിക്കവാറും ഇവിടെ ഉണ്ടാവും. ബേബി എങ്ങോട്ടാ അത് പോകുന്നേ? മൈൻഡ് ആക്കാണ്ടേ. ഈശ്വര, അവ ഇവിടെ വന്നിരിക്കേനി. ഈ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ? വേറെ പണിയൊന്നുമില്ലല്ലോ. ഇന്ന് സ്കൂൾ തുടങ്ങിയല്ലേ. ഈ എന്താ സ്കൂളിൽ പോവാത്ത? ബേബിക്ക് അറിയോ, സ്കൂള് തുറന്നാ സ്കൂളിൽ പോകാൻ മടിയാ. വെക്കേഷൻ ആകുമ്പോ സ്കൂള് തുറന്നാ മതിയെന്നായിരുന്നു. ബേബി എവിടെയാ പഠിക്കുന്നത്? ഞാൻ അവിടെ ചേർന്നാലോ എന്ന് ആലോചിക്കുക. ചോട്ടാപ്പി, ഞാൻ പഠിക്കുന്നോടത്തേക്ക് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. യായിട്ട് വന്നാ മുടക്കിയത്. ബേബിന്റെ വിചാരം ഞാൻ വന്നാൽ പഠിത്തം മുടങ്ങുന്നല്ലേ? ഞാൻ ഭയങ്കര ബ്രില്യൻ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റാ. അത് ഒരിക്കലും സംഭവിക്കൂല. ബേബിയായിട്ട് എന്നെ വെറുപ്പിക്കാണെന്നാ മതി. എന്റെ പൊന്ന് ചോട്ടാപ്പി, ഞാൻ എന്നെ വെറുപ്പിക്കാൻ വരുന്നില്ല. ഈ സ്കൂളിലേക്കായിട്ട് വരും വേണ്ട. കാര്യം കഴിഞ്ഞില്ലേ? എന്താ ബേബി അങ്ങനെ പറയുന്നത്? എനിക്ക് ബേബിനോടുള്ള പ്രണയം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. തലയിളക്കലും ഇത് കണ്ട് കണ്ട് ഞാൻ മടുത്ത്. വേറെന്താ ട്രൈ ചെയ്തൂടെ? ബേബി ഇപ്പൊ എന്നെ ബേബി വിളിനെ കുറിച്ച് കുറ്റം പറയേക്കോ?
ഇതൊക്കെ കുറച്ച് ഓൾഡ് ആയി തുടങ്ങി. ഇനി വേറെ ഏതെങ്കിലും ട്രൈ ചെയ്താലോ? ബേബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അത്? ഞാൻ ഈ ബേബി എന്ന് വിളിക്കുന്ന ബേബിക്ക് ഇഷ്ടമാകുന്നുണ്ടോ? ബേബി, സത്യം പറയട്ടെ, എൻ്റെ ബേബി വിളിക്കായിട്ട് മടുത്ത്. നീ വേറെ എന്തേ ട്രൈ ചെയ്യ്, അല്ലെ ഇത് ഫ്ലോപ്പ് ആവും. എന്നാ ബേബി ഇപ്പം പോയിക്കോ, ഞാൻ പുതിയ പേരുമായിട്ട് വരാം. ഈ പറഞ്ഞിട്ട് വേണല്ലോ ഞാൻ ഇപ്പോൾ പോവാം, അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ നിൽക്കുക. സ്കൂൾ ഓർക്കുന്ന കാലത്ത് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. സ്വീറ്റി, ഒന്ന് നിന്നേ. എന്താ എൻ്റെ പ്രശ്നോ? നീ ഒരു പുതിയ പേര് കണ്ടെത്താൻ പറഞ്ഞില്ലേ? ഞാൻ പുതിയ പേര് കണ്ടെത്തിയ. എന്ത് പുതിയ പേര്? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. സ്വീറ്റീന്ന്. അല്ല, നിങ്ങൾ രണ്ടാളും എന്താ അവിടെ നിൽക്കുന്നേ? അതൊന്നുമില്ല, ഞാൻ അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് കണ്ടത്, അതൊന്ന്. ഓ അങ്ങനെയല്ലേ, എന്നാ പോയിക്കോ. നന്ദുപാപ്പന് വരാൻ കണ്ട നേരം ഒന്ന് സ്വീറ്റിന്ന് വിളിച്ച് സെറ്റ് ആക്കുമ്പോഴേ വന്നിട്ടുണ്ട്. അപ്പുക്കുട്ടാ, എന്താ ചങ്ങായി കാര്യം പറ. അല്ലടാ, ശരിക്കും എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ കാണാൻ വരുന്നത്? നമുക്ക് വേറെ പണി പറ്റും. പാപ്പ, ഞാൻ ഇതിലെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോ ഒന്ന് കണ്ട, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. എന്നാ സൈക്കിൾ ഇരിക്കേ, ഞാനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാണ്ട്. എന്താ കാര്യോ? ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. അല്ല അപ്പുക്കുട്ടാ, ശരിക്കും ഈയും പാറുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പാപ്പനെന്താ അങ്ങനെ വെച്ച്? അല്ല, ഈ പോകുന്നിടത്തൊക്കെ പാറു, പാറു പോകുന്നിടത്തൊക്കെ ഈ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. നന്ദു പാപ്പ നിർത്തി, ഞാൻ എനിക്കൊരു കാര്യം പറയണം. എന്ത് കാര്യം? ഒക്കെ എന്താ അപ്പു? അതാ നന്ദുപാപ്പൻ എന്തൊരു അമ്പലപ്പറമ്പിലൊക്കെ പോയി നിൽക്കുന്നത്. അതപ്പൂ, അമ്പലപ്പറമ്പിലൊക്കെ പോയാ നല്ല സദ്യ കിട്ടല്ലോ, അതുകൊണ്ട് പോന്നേ. അല്ല നന്ദുപാപ്പന് പെണ്ണുങ്ങളെ കളിക്കാൻ 101 വഴികളുണ്ട്. നന്ദുപാപ്പന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞല്ലോ. 101 വഴി പോയിട്ട് ഒരു വഴി പോലും അറിയില്ല. എന്നപ്പോഴാണല്ലേ 101 വഴി. ആ, അന്ന് കൊടയൊക്കെ എടുത്തത് നന്നായി. മഴ പെയ്യുന്നു വിചാരിച്ചിട്ടാ കൊടയെടുത്ത്. മഴയാണെ പെയ്യുന്നുമില്ല. ഇത് വെച്ചിട്ട് ഇംപ്രസ് ചെയ്യാനും പറ്റൂലല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യോള് വന്നാ ഷോ ഇറക്കാനും പറ്റൂല. എന്നാലും വരുന്നോടത്ത് വെച്ച് കാണാം. മഴ പെയ്താതി ഭഗവാനെ. ഇന്ന് ലീവല്ലേ, ഫ്രണ്ട്സിനൊക്കെ പോയി കണ്ടേക്കാം. എന്തായാലും ക്ലാസ് ഇല്ലാത്ത നന്നായി. ആ കുട്ടി കുരിപ്പ് ഇവിടെ എങ്ങാനും ഉണ്ടാവൂനി. ഈശ്വര, ഞാൻ എപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓനെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. സ്വീറ്റി, മുത്തേ, ഈ ചോട്ടാപ്പിന്റെ ചെടിയെ കാണിച്ചിരുന്നു. സ്വീറ്റി, ഇന്ന് നാളെ ഓഫാണല്ലേ? ഒന്ന് കാണണമെന്ന പ്രതീക്ഷ ഞാൻ നേരത്തെ ഇറങ്ങിയതാ. ചെക്ക, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താ സ്വീറ്റി അങ്ങനെ വിടോക്ക്? ചോട്ടപ്പ എന്തെങ്കിലും ഒന്ന് എന്നെ വെറുതെ വിടും, ഞാൻ ഒന്ന് പോട്ടെ. പിന്നെ മൊത്തത്തിൽ ഞാൻ വെറുതെ വിടാം. അതിന്റെ മുന്നേ ഒരു കാര്യം പറയും. എന്റെ പൊന്ന് ചോട്ടാപ്പി, എന്ത് കാര്യം ഉദ്ദേശിച്ചേ? ഇത് പറയും. പറയങ്ങോട്ട് വേഗോ. സാധനം പറയും, വേഗം പറയും. എന്ത് തേങ്ങ കഴിക്കണേ? ഓ, ഒന്നും മനസ്സിലാകാത്ത പോലെ. ഇങ്ങനെ അനുസരിച്ച് മനസ്സിലാവില്ല, ഞാൻ പൊട്ടത്തിയല്ല. അതിങ്ങനെ തുറന്നു പറയ്ക്ക് പറ്റൂല. പറ്റെങ്കിൽ ഞാൻ പറയൂല സിറ്റി. ഈ പൊട്ടങ്ങളും കളിച്ചാൽ കുത്തിരുന്നു, ഞാൻ പോവാ. ഈ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. വേറെ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. സ്വീറ്റി, എന്റെ സ്വീറ്റി, എന്റെ ബേബി, എന്റെ ഡാർലിംഗ്, ഐ ലവ് യു ബേബി. ഈ ചെരുപ്പിന്റെ അടിയിൽ നല്ല ഗ്രിപ്പ് ഉണ്ട്. ഈ ഇതിനെ കൊണ്ട് ഊരിപ്പിക്കണ്ട കേട്ടോ. നല്ല വണ്ടി വിട്ടോ മാലി. എന്താ സ്വീറ്റി അങ്ങനെ ഒരു വർത്താനോ? മോനെ ഈ ഓവറാക്കല്ലേ കേട്ടോ. കൊറേ ആയോ എന്റെ തുള്ളല്. എങ്ങോട്ടാ എന്റെ പോക്ക്? ഞാനൊന്നും പറയില്ല ചേട്ടി. സ്വീറ്റി, എപ്പ വേണേലും മഴ പെയ്യ. കാലാവസ്ഥ ഒന്ന് നോക്ക്. അയിനി എന്റെ കയ്യില് കൊടയുണ്ട്, അത് സ്വീറ്റിന്റെ കയ്യിലില്ല. ഈശ്വര, മഴ ഉണ്ടല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ? സ്വീറ്റി, വെൽക്കം ടു മൈ അംബ്രല്ല. എന്റെ അമ്പറിലും വേണ്ട, ഒരു തേങ്ങ വേണ്ട, പൊയ്ക്കാട്ട്. കൊടയല്ലാത്ത വേറെ ഒരു ഐറ്റം ഇറക്കാം. ഇനിയിപ്പോ എന്തായാലും ഒരു യാത്ര തുടരാം. സ്വീറ്റിന് വിട്ട് ഒരു കളിയുമില്ല. എന്നെങ്കിലും ഒരിക്കലും സെറ്റ് ആവാണ്ടക്കൂലല്ലോ. സെറ്റായാലും ഇല്ലെങ്കിലും എന്റെ യാത്ര തുടരും. സ്വീറ്റിയാണ് എന്റെ എല്ലാം. എന്തെങ്കിലും ഒരിക്കലും അവരും യെസ് പറയും അല്ലേ? യെസ് പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എന്തിനാ ചിന്തിക്കുന്നേ? മുന്നോട്ടേക്ക് വെച്ച കാലം മുന്നോട്ടേക്ക് തന്നെ.